പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കളെ ക്രൂരമായി ഉപദ്രവിച്ചതിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. പരാതിക്കാർ അടുത്ത ബന്ധുക്കളെന്ന റിപ്പോർട്ടിൽ. ഇരുവരും രശ്മിയുമായി ചാറ്റ് ചെയ്തിരുന്നു. ഇക്കാര്യം രശ്മിയുടെ ഭർത്താവ് ജയേഷ് മനസ്സിലാക്കി. തുടർന്ന് സൗഹൃദപരമായി യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് മർദ്ദിച്ചത്. യുവാക്കളുടെ പണവും ഫോണും പ്രതികൾ തട്ടിയെടുത്തു. ജയേഷിന്റെ കൈവശമുള്ള കൂടുതൽ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? അനീഷ, പത്തനംതിട്ട ചരൽക്കുന്നിൽ 2 യുവാക്കൾക്കാണ് ഈ ക്രൂരമർദ്ദനമേറ്റത് എന്നുള്ള ഒരു പരാതിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ആദ്യ സംഭവം നടക്കുന്നത് സെപ്റ്റംബർ 1-നും രണ്ടാമത്തെ സംഭവം നടക്കുന്നത് സെപ്റ്റംബർ 5-നുമാണ്. ഈ 2 യുവാക്കൾ തമ്മിൽ ബന്ധുക്കൾ, അതായത് ഇവർ തമ്മിൽ അടുത്ത ബന്ധമുള്ളവരാണ് എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് ഈ രശ്മിയുമായി പരിചയമുണ്ടായിരുന്നു, സ്ഥിരമായി മെസ്സേജ് അയക്കുമായിരുന്നു. ഇത് ഭർത്താവ് ജയേഷ് കണ്ടതോടുകൂടെയാണ് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ആ രശ്മിയെ കൊണ്ട് അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് നടത്തിയത് അതിക്രൂരമായിട്ടുള്ള ഉപദ്രവമായിരുന്നു ഈ 2 യുവാക്കൾക്കും നേരിടേണ്ടി വന്നത്. അതിൽ രണ്ടാമത്തെ സെപ്റ്റംബർ 5-ന് നടന്ന സംഭവത്തിലെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വീട്ടിലേക്ക് സൗഹൃദം സ്ഥാപിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ ഇരുവരും തമ്മിൽ ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് അത് മൊബൈലിൽ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷം അക്രൂരമായി, അതായത് കൈ കെട്ടി തൂക്കിയതിനു ശേഷം ക്രൂരമായി മർദ്ദിച്ചു. ഇരുമ്പ് ദണ്ഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. മാത്രമല്ല ഈ ജനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ സ്റ്റാപ്ലർ അടിച്ചു, സ്പ്രേ അടിച്ചു. അത്തരത്തിൽ വളരെ പ്രാകൃതമായ രീതിയിലായിരുന്നു ഈ യുവാക്കൾക്ക് ഉപദ്രവം നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തലായി പുറത്തു വന്നിരിക്കുന്നത്. ഉപദ്രവങ്ങൾക്കൊക്കെ ശേഷം ഭീഷണിപ്പെടുത്തുകയും കയ്യിലുണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും ഏകദേശം 20,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റൊരാളുടെ കൈവശത്തു നിന്നും ഐഫോൺ ഉൾപ്പെടെ ഇവർ അപഹരിച്ചെടുക്കുകയും ചെയ്തു. തുടർന്നും ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം മരവിന് സമീപം റോഡിന്റെ വശത്ത് അവശനിലയിലായ യുവാവിനെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. നാട്ടുകാരാണ് ഈ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. 2 സംഭവങ്ങളും നടന്നിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ്. ഈ സംഭവങ്ങൾക്ക് ശേഷം ഇവർ പരാതിയുമായി പോലീസിനെ സമീപിക്കുക. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. 2 പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. ഇതിൽ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഈ ജയേഷിന്റെ കൈവശം ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തിയിരുന്ന ഒരു മൊബൈലുണ്ട്. പക്ഷെ ആ മൊബൈലിൽ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഒരു ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുവരെയും ഓപ്പൺ ചെയ്ത് പരിശോധിക്കാനായിട്ട് കഴിഞ്ഞില്ല. സൈബർ സെൽ അതിന്റെ വിശദമായ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഈ ദമ്പതികൾ തന്നെ ഇവരെ മാത്രമല്ലാതെ മറ്റാരെങ്കിലും ഇതിന് മുൻപോ അത്തരത്തിൽ എന്തെങ്കിലും സമാന രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പരിശോധിക്കുന്നു. ഈ ദമ്പതികൾ താമസിക്കുന്ന സ്ഥലത്തെ ആളുകൾക്ക് പോലും ഇവരുമായി അടുത്ത ബന്ധമോ അല്ലെങ്കിൽ ആരുമായി അങ്ങനെ സംസാരിക്കുന്ന പ്രകൃതത്തിലുള്ളവരല്ല എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. ശരി, ലിജോ ആണ് വിവരങ്ങൾ നൽകിയത്.